രണ്ടാഴ്ചക്ക് മുമ്പ് വറുത്ത് വെച്ചിട്ടുള്ള ചിപ്സാണിത്. പക്ഷെ എത്ര ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നോക്കി നോക്കൂ. ഇനി ഇത് വെള്ളത്തിലിട്ടാലേ തണുക്കുള്ളൂ. ഇതിങ്ങനെ തണുക്കാതിരിക്കാനായിട്ട് കുറച്ച് സൂത്രപ്പണികൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ചക്ക വറുക്കാനായിട്ട് ഇവിടെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ചക്കയിലേക്ക് ആവശ്യമുള്ള ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി തിരുമ്മി ഒരു അരമണിക്കൂർ വെക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഈ ചക്കയിലുള്ള കൂടുതലുള്ള വെള്ളം അത് പുറത്തേക്ക് വരും. ഇതുപോലെ ചക്ക നുറുക്കിയതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേശ്ശെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ചോരണ ഒരു കനം കുറഞ്ഞ ഒരു തുണിയിൽ ഈ ചക്ക ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പം അതിന്ന് കുറേ വെള്ളം നമുക്ക് ഇങ്ങനെ കിട്ടും പിഴിഞ്ഞെടുക്കുന്ന സമയത്ത്. ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ ബൗൾ നിറയെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഈ ചക്കയിലെ വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്നൊരു 5 മിനിറ്റ് നമുക്കൊന്ന് പരത്തി വയ്ക്കാം. അതിന് ശേഷം പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വറക്കാൻ തുടങ്ങാം. വറക്കുന്ന സമയത്തും നമ്മൾ 1-2 കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. പാത്രം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ മാസമൊക്കെ എടുത്തു വെക്കുന്നതാണെങ്കിൽ വേറെ സൺഫ്ലവറോ അല്ലെങ്കിൽ വേറെയുള്ള ഓയിൽ ഉപയോഗിക്കാം. 1 മാസത്തിലും കൂടുതലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വേറെയുള്ള എണ്ണ ഉപയോഗിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണയാകുമ്പോൾ ചിലപ്പോൾ കാറിപ്പോകാൻ സാധ്യതയുണ്ട്. ചക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കൂടെയൊക്കെ ഉപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് മാത്രം നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നത്തേനൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. കറക്റ്റ് പാകമായിരുന്നു ഉപ്പ്. ആദ്യത്തെ മാത്രം കുറച്ച് ഉപ്പ് കുറവ് തോന്നി. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത്യാവശ്യം ചൂടുള്ള എണ്ണയിലേക്കാണ് നമ്മൾ ചക്ക ഇട്ട് കൊടുത്തത്. തീ കൂടുതലാണെങ്കിൽ അതിൻ്റെ പുറം വശം നന്നായിട്ട് ക്രിസ്പി ആവും, പക്ഷേ ഉൾവശം ക്രിസ്പി ആവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 80% ഇത് ക്രിസ്പി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള ചക്കയൊക്കെ നമ്മൾ ഇതുപോലെ 3-4 തവണയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 80% ആവുമ്പോൾ തന്നെ നമ്മളത് കോരിയെടുത്തിട്ടുണ്ട്. ആദ്യത്തേൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നുള്ളതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 ട്രിപ്പ് നമ്മൾ ഒരു 80% മൂപ്പ് ആവുമ്പോൾ തന്നെ നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. മുഴുവൻ ക്രിസ്പി ആവുന്നതിന് മുമ്പ് തന്നെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്നുകൂടി ഒന്ന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്നുകൂടി അത് വറുത്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ലോണം ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ അത് തണുക്കില്ല. അങ്ങനെ നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ആ ചക്ക ചിപ്സ് എല്ലാതും ഒന്നുകൂടി നമ്മൾ ഈ എണ്ണയിൽ തന്നെ ചൂടായിട്ടുള്ള ഈ എണ്ണയിൽ തന്നെ നമ്മൾ ഒന്നുകൂടി വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാതും വറുത്ത് കഴിഞ്ഞു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും അത് ചക്ക തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിറ്റേ ദിവസം ഒന്നുകൂടി ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയാൽ മതി. പിന്നെ അത് ഒരിക്കലും തണുക്കില്ല. ആ കാര്യത്തിന് ഉറപ്പാണ്. കാരണം അപ്പോൾ തണുത്ത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലത്തെ വെള്ളം മുഴുവനായിട്ട് വാർന്നു പോയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്താണ് പിറ്റേ ദിവസം തണുത്ത് പോണത്. അപ്പം അങ്ങനെ തണുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒന്നുകൂടി ചൂടായ എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് വറുത്ത് കോരുക. 1 മിനിറ്റൊക്കെ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന ഒന്ന് അറിയിക്കണേ. ഈ ചക്ക നമ്മൾ ചിപ്സിന് വേണ്ടി നുറുക്കണ സമയത്ത് അതിൻ്റെ തലയും വാലൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപ്പേരി വയ്ക്കാറുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഇവിടെ ഇപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വറ്റൽമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഒപ്പം കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചക്ക ചിപ്സിനൊപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഉപ്പേരിയും ഇപ്പോൾ ഇവിടെ തയ്യാറായി.
വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്